Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ബീഫ് കറി നമുക്ക് നെയ്ച്ചോറിൻ്റെയും പിന്നെ പൊറോട്ട, പത്തിരി, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബീഫ് കറിയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാദ്യം തന്നെ നമ്മൾ 1 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബീഫ് കറിയിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. 2 സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ 10 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 15 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ബീഫ് കറി റെഡിയാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലാണ് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് കറി, മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാവും കേട്ടോ ഒന്നുകൂടെ ഈസി. അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്കത് വെന്ത് കിട്ടാൻ തന്നെ വേണ്ടി വരും. ഇപ്പം കുക്കറിലാവുമ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു 6-7 വിസിലിനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ആ സവാളയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒരുപാട് അങ്ങോട്ട് വഴണ്ട് ബ്രൗൺ കളറായി അങ്ങനെയൊന്നും ഈ ഒരു കറിക്ക് ആവശ്യമില്ല കേട്ടോ. ഒന്ന് വഴണ്ട് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ ഇതാ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നല്ലേ 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും. അപ്പം അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് കുക്കർ വിസിലോടുകൂടെ അങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം മസാലപ്പൊടികളൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. ഇത്രയും പൊടികളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ആ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുത്ത മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് വിസിൽ നേരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 5-6 വിസിലൊക്കെ വേണ്ടി വരും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ അതാ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 6 വിസിലും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ താനെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ബീഫും കുക്കറൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പം 6 വിസിലൊക്കെ അടിച്ചിട്ട് ഒന്ന് നോക്കുക കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ വിസിലടുപ്പിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചെറിയുള്ളി നമ്മൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ചിട്ടൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ മുഴുവൻ ഇങ്ങനെ വറവിട്ടെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് കറിയിൽ നമ്മൾ ഇതേപോലെ തേങ്ങാക്കൊത്തിട്ട് വറവിട്ടെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് ഇതേപോലെ ഒന്ന് 2ആയി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ഒന്നിന് മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവിയൊക്കെ കുറച്ച് ഒന്ന് വറ്റി വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ ചോറിൻ്റെയോ പറാട്ടൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തി, പത്തിരി, അപ്പം ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടെ സെർവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയും ഒക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക്